പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാളെന്ന പേരിൽ, ഒരു ഉണ്ണികൃഷ്ണൻ എന്ന പേരിലുള്ള ഒരാളുടെ ഒരു ഫോൺ സംഭാഷണം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മുസ്ലിം ആയപ്പോൾ അബ്ദുറഹ്മാൻ എന്ന പേര് നൽകിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഉണ്ണികൃഷ്ണൻ എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സഹപാഠികളും മറ്റുള്ള ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിൻ്റെ വോയിസുകൾ പ്രചരിപ്പിക്കുമ്പോഴൊക്കെയും ഉണ്ണികൃഷ്ണൻ എന്ന പേരിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്, അദ്ദേഹത്തിൻ്റെ ടൈറ്റിലുകൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാനും അദ്ദേഹത്തെ ആ പേര് തന്നെയാണ് വിളിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ സാർ, മക്ക മുശ്രിക്കുകളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് വലിയ അബദ്ധമുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾക്ക് ഒരു തൗഹീദും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കിയത് മക്ക മുശ്രിക്കുകൾക്ക് ഒരു ഹാഫ് തൗഹീദ് ഉണ്ടായിരുന്നു. അവർ റബ്ബാണ് എന്ന് വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷെ അവർ ആരാധനയിൽ അള്ളാഹുവിനെ പങ്കുചേർത്തു എന്ന തെറ്റായ ഒരു വിശ്വാസം നിങ്ങളിൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അബദ്ധമാണ് എന്നാണ് വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ഇലാഹ് എന്നത് ആരാധ്യനായ ഒരാള് മറ്റൊരാൾ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അതിനർത്ഥം ആ ആരാധ്യനെ കുറിച്ച് അവർ സൃഷ്ടികർമ്മം നടത്തുന്നവൻ റബ്ബാണ് എന്നൊക്കെ തുടങ്ങിയ വിശ്വാസം അതോടുകൂടെ വന്നു കഴിഞ്ഞു. അതായത് മക്ക മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്ത ഇലാഹുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത സൃഷ്ടാവുണ്ട് എന്ന് പറയുന്നതിന് തുല്യമാണ്. ഇലാഹ് അല്ലാത്ത ഒരു സൃഷ്ടാവല്ലാത്ത ഒരു ഇലാഹോ ഉണ്ടായിരിക്കുകയില്ല. ഇതാണ് പരിശുദ്ധമായ ഖുർആന്റെ സൂറത്തുൽ മുഅ്മിനൂന്റെ 91-ാമത്തെ ആയത്തിൽ പറയുന്നത്, വമാ കാന മഅഹു മിൻ ഇലാഹിൻ. അള്ളാഹുവിനോടൊപ്പം ഒരു ആരാധ്യനുമില്ല, ഒരു ആരാധനയ്ക്ക് അർഹനുമില്ല. മക്ക മുശ്രിക്കുകൾ പറയുന്നത് അള്ളാഹു അല്ലാത്ത ആരാധനയ്ക്ക് അർഹതയുള്ള ആളുകളുണ്ട്, ഇലാഹുകളുണ്ട് എന്നാണ്. എന്നാൽ ഖുർആൻ പറയുന്നു വമാ കാന മഅഹു മിൻ ഇലാഹിൻ ഇദല്ല ദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ്. അങ്ങനെ അള്ളാഹു അല്ലാത്ത ഇലാഹ് ഉണ്ടായിരുന്നുവെങ്കിൽ അവർ സൃഷ്ടിച്ചതും കൊണ്ട് അവർ പോകുമല്ലോ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണം നടത്താൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ അസക്തിയുണ്ട് ഇലാഹിന് എന്ന് പറയേണ്ടി വരും. അത് വൈരുദ്ധ്യമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഇലാഹാണ് എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് സൃഷ്ടികർമ്മം നിർവഹിക്കുന്നവർ എന്നാണ്. മക്കയിലെ മുശ്രിക്കുകൾ കേവലം ഒരു വിളിക്കുകയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയോ എന്തെങ്കിലും ആരാധന പോലുള്ള ഒരു കർമ്മം നടത്തി എന്നതല്ല അവരബദ്ധം. നേരെ മറിച്ച് അവരുടെ ദൈവങ്ങളെക്കുറിച്ച്, അവരുടെ ആരാധ്യ വസ്തുക്കളെക്കുറിച്ച് അവർ ഇലാഹാണ് എന്നും, ഇലാഹാണെന്ന് വരുമ്പോൾ അത് റബ്ബാണ് എന്ന് വരുന്നു, അത് സൃഷ്ടാവാണ് എന്ന് വരുന്നു. കാരണം ഏതെങ്കിലും ഒരാൾ ഇത് ഒന്നാണ് എന്ന് പറയുന്നു, പക്ഷെ ഒറ്റയാണ് എന്ന് സമ്മതിക്കുന്നില്ല. രണ്ടാണ് എന്ന് പറയുന്നു, പക്ഷെ ഇരട്ടയാണ് എന്ന് സമ്മതിക്കൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്ന് പറയാം ഇലാഹ് അത് ആരാധ്യനാണ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തന്നെ സൃഷ്ടാവല്ലാത്ത ഒരു ആരാധ്യൻ ഉണ്ടാകാൻ പാടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്പർ 1 എങ്കിൽ അത് ഒറ്റയെ ആയിരിക്കും. ഒറ്റ എന്നത് 1 എന്നതിൽ നിന്ന് വേർപിരിയില്ല. 2 എന്നതിൽ നിന്ന് ഇരട്ട എന്നത് വേർപിരിക്കാൻ കഴിയാത്ത പോലെ ഇലാഹ് എന്നതിൽ നിന്ന് ഒരു കാരണവശാലും റബ്ബ് എന്നത് വേർതിരിക്കാൻ കഴിയില്ല. ഇവിടെ തന്നെ വഹാബികൾ തൗഹീദിൽ ഉലൂഹിയത്തും റുബൂബിയത്തും ഉണ്ട്. ഉലൂഹിയത്തില്ലാതെ റുബൂബിയത്തുണ്ടാകാം, റുബൂബിയത്തില്ലാതെ ഉലൂഹിയത്തുണ്ടാകാം എന്നൊരു വേർതിരിവ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒന്നില്ല. ഇലാഹ് എന്ന് പറഞ്ഞാൽ അതോടുകൂടെ റബ്ബും വന്നു. റബ്ബാണ് എന്ന ഒരാളെ കുറിച്ച് പറഞ്ഞാൽ ആ ആള് ആരാധനക്ക് അർഹനുമാകേണ്ടി വരും. അതുകൊണ്ടാണ് ഖുർആൻ നിരന്തരം, നമുക്കറിയാം സൂറത്തുൽ അംബിയാഇന്റെ 22-ാമത്തെ ആയത്തിൽ കാണാം, ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാത്ത ഇലാഹുകൾ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ലഫസദത, ആകാശ ഭൂമികൾ അത് നശിച്ചു പോയേനെ. കാരണം രണ്ടുപേരും നിയന്ത്രണം നടത്തും. രണ്ടുപേരും നിയന്ത്രണം നടത്തുമ്പോൾ വൈരുദ്ധ്യമുണ്ടാകും, അത് തകർന്നു പോകും. കാരണം എന്താ? ഇലാഹാണോ? അവർ സൃഷ്ടാവായി ആയിരിക്കണം. ഇങ്ങനെയുള്ള ഒരു കാര്യമില്ലാത്ത ഒരു ഇലാഹില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഖുർആന്റെ ആയത്തിന് അർത്ഥമില്ല. കാരണം നിയന്ത്രണമില്ലാത്ത ഇലാഹുണ്ട് എന്ന് സങ്കല്പിക്കാൻ പറ്റുമെങ്കിൽ ഈ ആയത്തിന് അർത്ഥമില്ലല്ലോ. ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ, ആലിഹത്ത് ഉണ്ട് എങ്കിൽ ലഫസദത, അത് ഫസാദാകും എന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം നിയന്ത്രണമില്ലാത്ത ഇലാഹുകളും ഉണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ ഖുർആന്റെ ആയത്ത് ശരിയാവുക? അപ്പോൾ ഇലാഹാണോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവരും അതിനെ നിയന്ത്രിക്കുന്നവരുമായിരിക്കണം. അങ്ങനെ 2 ഇലാഹ് ഉണ്ടാകാൻ കഴിയില്ല. കാരണം 2 ആളുകൾക്ക് പ്രപഞ്ചം നിയന്ത്രിക്കാനും പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാനും ആകാശഭൂമികളെ പരിപാലിക്കാനും 2 ആളുകൾക്ക് കഴിയില്ല. അവർക്കിടയിൽ വൈരുദ്ധ്യമുണ്ടാകും. ഇനിയും ഖുർആൻ പറയുന്നു സൂറത്തുൽ ഇസ്രാഇന്റെ 42-ാമത്തെ ആയത്തിൽ, മക്കയിലെ മുശ്രിക്കുകൾ പറയുന്നത് പോലെ ഒരുപാട് ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒന്നിനും കഴിയാത്ത വെറും ആരാധന സ്വീകരിക്കുന്ന മാത്രം ഇലാഹ് എന്നത് അന്നൊരു കൺസെപ്റ്റ് ഇല്ല, എന്നൊരു സംഭവം യാഥാർത്ഥ്യമല്ല. കാരണം ഖുർആൻ പറയുന്നു ഇതെല്ലാം അവർ പറയും പോലെ, മക്കയിലെ മുശ്രിക്കുകൾ പറയുന്നത് പോലെ വ്യത്യസ്തമായ ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ
അള്ളാഹുവിലേക്ക് അവർ യുദ്ധം ചെയ്യാൻ വരും, അള്ളാഹുവിനോട് സമരം ചെയ്യാൻ വരും, അള്ളാഹുവിനെ ജയിച്ചടക്കാൻ വേണ്ടി അവർ വരും. കാരണം എന്താ? ഇലാഹാണെങ്കിൽ എല്ലാവർക്കും അധികാരം വേണം, ഇലാഹാണെങ്കിൽ ആകാശഭൂമികളുടെ നിയന്ത്രണം എല്ലാവർക്കും വേണം, ഇലാഹാണെങ്കിൽ അവരൊക്കെ സൃഷ്ടികർമ്മം നടത്തുന്നവരാകണം. കാരണം അല്ലാത്ത ഒരു ഇലാഹ് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടില്ല, റബ്ബാകാത്ത ഒരു ഇലാഹ് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഇലാഹാണ് റബ്ബല്ല, റബ്ബാണ് ഇലാഹല്ല. ഈ കൺസെപ്റ്റ് ഇത് വഹാബികളുടേതാണ് എന്ന് ഉണ്ണികൃഷ്ണൻ മനസ്സിലാക്കണം. പിന്നെ ഇവിടെ ഉണ്ണികൃഷ്ണൻ വരുന്ന മറ്റൊരു സംശയം ഇസ്തിഗാസ ചെയ്യാൻ പറ്റുമോ എന്നാണ്, സഹായം ചോദിക്കാൻ പറ്റുമോ എന്നാണ്. ആദ്യം ഞാൻ പറയുന്നു, സഹായം ചോദിക്കുക എന്നതിനെ സഹായം ചോദിക്കുക എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിനെ ഇബാദത്തിന്റെ കൂട്ടത്തിൽ പെടുത്തുകയോ അല്ലെങ്കിൽ അതൊരു വിളിച്ച് പ്രാർത്ഥിക്കലാക്കുകയോ അല്ലെങ്കിൽ പ്രാർത്ഥനയാക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളൊന്നും ഇവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കുന്നതിനെ കുറിച്ച് ആരും അങ്ങോട്ട് പ്രാർത്ഥിച്ചോ, നീ മറ്റേ ആളോട് പ്രാർത്ഥിച്ചിരുന്നോ, കടം തരാൻ വേണ്ടി നീ അബ്ദുറഹ്മാനോട് പ്രാർത്ഥിച്ചോ, ഇതാരും പറയാറില്ലല്ലോ. അപ്പൊ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ സഹായം ചോദിക്കുക എന്ന് തന്നെയാണ്. അതൊരു ഭൗതികപരമായ കാര്യമാണ്, ഒരു മതവുമായി ബന്ധപ്പെട്ട വിഷയമല്ല. കാരണം എന്താ? നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സഹായം ചോദിക്കാം. നമുക്ക് കാശ് ആവശ്യമുണ്ടെങ്കിൽ ഒരാളുടെ കാശ് സഹായം ചോദിക്കാം. ഈ സഹായം ചോദിക്കുന്നതൊക്കെ എന്തിനാണ് ഇബാദത്തായി നമ്മൾ കണക്കാക്കുന്നത്? നമ്മൾ പരസ്പരം സഹായം ചോദിക്കാറില്ല. ഇനി മരണപ്പെട്ടവരോടാണെങ്കിലും അല്ലെങ്കിൽ അഭൗതിക കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഇതേ സഹായം തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. അതായത് നമ്മൾ നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ സഹായങ്ങൾ ചോദിക്കുന്നു ഇത് തന്നെയാണ് നമ്മൾ, അത് മരണപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിൽ അഭൗതിക കാര്യങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ ചോദിക്കുന്നത് ഈ അർത്ഥത്തിൽ മാത്രമാണ്. അതായത് എൻ്റെ വിശ്വാസം എൻ്റെ കൂട്ടുകാരനോട് ഞാനൊരു കാര്യം സഹായം ചോദിക്കുന്ന സമയത്ത് എന്താണോ അതിൽ യാതൊരു വ്യത്യാസവും ഞാൻ മരണപ്പെട്ട ആളോട് ചോദിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അഭൗതികമായൊരു കാര്യം ചോദിക്കുകയാണെങ്കിലും എൻ്റെ വിശ്വാസത്തിൽ ഒരു മാറ്റവുമില്ല. അതായത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ അബ്ദുറഹ്മാനോട്, എൻ്റെ കൂട്ടുകാരനാകുന്ന ഉണ്ണികൃഷ്ണനോട് ഞാനൊരു സഹായം ചോദിക്കുകയാണെങ്കിൽ എൻ്റെ വിശ്വാസം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഇതിന് പ്രകാരം അവൻ ഉദ്ദേശിച്ച കാര്യം അവൻ്റെ കഴിവ് മുഖേന എൻ്റെ കൂട്ടുകാരനായ നിങ്ങൾ എനിക്ക് ചെയ്തു തരും എന്ന വിശ്വാസപ്രകാരം മാത്രമാണ് ഞാനിത് ചോദിക്കുന്നതെങ്കിൽ ഇത് മാത്രമേ എവിടെയുമുള്ളൂ. ഞാൻ മരണപ്പെട്ടവരോട് ചോദിക്കുകയാണെങ്കിലും ഒക്കെ അതേ ഉള്ളൂ. അതുകൊണ്ട് അവിടെയും ഇവിടെയൊക്കെ സഹായം മാത്രം പറയേണ്ട കാര്യമുള്ളൂ. ഇവിടെ ഞാൻ ചോദിച്ചത് പ്രാർത്ഥനയാകുന്നില്ല എങ്കിൽ അവിടെ മാത്രം എങ്ങനെയാണ് പ്രാർത്ഥനയാകുന്നത്? ഇവിടെ ഞാൻ ചോദിച്ചത് വിളിച്ചു പ്രാർത്ഥിക്കലല്ല എങ്കിൽ അവിടെ ചോദിക്കുമ്പോൾ എങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കലാകുന്നത്? ഇതെല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ ഇത് മരണപ്പെട്ടവരോട് ചോദിക്കുന്ന ഇസ്തിഗാസ അതൊരു ഇബാദത്താണ് എന്ന് പറയേണ്ട കാര്യമില്ല. അതിന് ഇസ്ലാമിലുള്ള നിയമം എല്ലാ സ്ഥലങ്ങളിലും സഹായം ചോദിക്കുന്നതിന് ഒരു നിയമമാണുള്ളത്. അത് മരിച്ചവരോട് ചോദിക്കുകയാണെങ്കിലും ജീവിക്കുന്നവരോട് ചോദിക്കുകയാണെങ്കിലും ഒക്കെ ഒരു നിയമമാണ്. അതായത് അത് അനുവദനീയമായ കാര്യമാണ്. അത് കുറ്റമോ കൂലിയോ പറയാൻ പറ്റില്ല. അതേ സമയത്ത് നാം ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണോ അതിനനുസരിച്ച് ചിലപ്പോൾ അതിന് പ്രതിഫലമുണ്ടാകും, ചിലപ്പോൾ കുറ്റമുണ്ടാകും. ഞാൻ എന്നെ പള്ളിയിലേക്ക് ഒന്ന് എത്തിച്ചു തരാൻ വേണ്ടി, എനിക്ക് കാലിന് സുഖമില്ല, ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് എന്നെ ഒന്ന് എത്തിച്ചു തരണം എന്ന് പറയുമ്പോൾ ആ സഹായം ചോദിക്കലാണ്. പക്ഷേ ഞാനൊരു നല്ല കാര്യത്തിന് വേണ്ടി ഞാൻ സഹായം ചോദിച്ചതുകൊണ്ട് അതിനെനിക്ക് കൂലിയുണ്ട്, അതൊരു ഇബാദത്തായി പരിഗണിക്കാം. എന്ന പോലെ തന്നെ അഭൗതിക കാര്യങ്ങളാണെങ്കിലും ഞാനൊന്ന് വീഴുന്ന സമയത്ത് ഞാൻ ആരെ സഹായത്തിന് വേണ്ടി വിളിച്ചാലും ഇവിടെ ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും മരണപ്പെട്ടവരുടെ ആത്മാക്കളാണെങ്കിലും ആരോട് ചോദിച്ചാലും ഇതേ വിശ്വാസം മാത്രമേ ഉള്ളൂ. അതും അനുവദനീയമാണോ? അതൊന്നും ഇബാദത്തായി മാറുന്നില്ല. നേരെ മറിച്ച് ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ എനിക്ക് ശഫാഅത്ത് ചെയ്യണം, ഉഖ്റവിയായ ഒരു നേട്ടം കിട്ടണം, അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരനോട് സഹായം ചോദിക്കുന്നതെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. അങ്ങനെയുള്ള ഒരു ഉഖ്റവിയായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ മരണപ്പെട്ടവരുടെ ആത്മാക്കളോടോ മലക്കുകളോടോ ജിന്നുകളോടോ ആരോട് ചോദിക്കുകയാണെങ്കിലും ആ ചോദ്യത്തിന് കൂലിയുണ്ട്. നേരെ മറിച്ച് അതൊരു വിളി ഇബാദത്തായി എന്നതല്ല, മറിച്ച് എൻ്റെ ലക്ഷ്യം നല്ല കാര്യമാണ് എന്നതുകൊണ്ട് എനിക്കതിന് പ്രതിഫലം നൽകപ്പെടും. അതല്ലാതെ മരണപ്പെട്ടവരോടാകുമ്പോൾ അതൊരു ഇബാദത്തായി, ജീവിക്കുന്നവരാകുമ്പോൾ ഇബാദത്തായില്ല. അങ്ങനെ എവിടുന്ന് വന്നു? ഒരാളുടെ മനസ്സിലുള്ള വിശ്വാസം അനുസരിച്ചാണ് ഇത് ഇബാദത്താകുന്നത്, അല്ലാത്തൊരു കാര്യമാകുന്നത്. അപ്പോൾ ഞാനിവിടെ ജീവിച്ചിരിക്കുന്ന എൻ്റെ മുന്നിലുള്ള ആളോട് എന്ത് വിശ്വാസത്തോടെയാണോ ഞാൻ ചോദിച്ചത് അത് തന്നെയാണ് ഞാൻ ഇവിടെയും ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ ഇതോടൊപ്പം ഒന്നുകൂടെ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ ഒരു ഗുണങ്ങളെയും നമ്മൾ സൃഷ്ടികളിൽ ചാർത്തുന്നില്ല. അങ്ങനെ ചാർത്തുമ്പോൾ അത് ശിർക്കായി മാറുമെന്നതിൽ സംശയമൊന്നുമില്ല. അള്ളാഹുവിന്റെ ഗുണങ്ങൾ എന്താണ്, സൃഷ്ടികളുടെ ഗുണങ്ങൾ എന്താണ്, ഇത് വേർതിരിച്ച് മനസ്സിലാക്കി തരാൻ വഹാബികൾക്ക് അറിയാത്തത് കൊണ്ട് ഉണ്ണികൃഷ്ണൻ അബദ്ധത്തിൽ പെട്ടുപോയതാണ്. കണ്ണ് കാണാത്തയാള് ആനയെ കാണാൻ പോയ കഥ പറയാറുണ്ട്. അങ്ങനെ ഓരോ ആളുകളും തൊട്ടു നോക്കുമ്പോൾ ചെവിയിൽ തൊട്ടപ്പോൾ ആന എന്ന് പറയുന്നത് ഒരു മുറം പോലെയാണെന്ന് വിശദീകരിച്ചു. മറ്റൊരാൾ ആനയുടെ വാലിൽ പിടിച്ചപ്പോൾ ഒരു ചൂല് പോലെയാണ് എന്ന് വിശദീകരിച്ചു. എന്ന പോലെ നിങ്ങൾക്ക് കൃത്യമായി അതിനെക്കുറിച്ചുള്ള വിവരമില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന് കഴിവുകളുണ്ട്, നമുക്കും കഴിവുകളുണ്ട്. എന്താണ് നമ്മുടെ കഴിവും അള്ളാഹുവിന്റെ കഴിവും തമ്മിലുള്ള വ്യത്യാസം?
ആ വ്യത്യാസം അഭൗതികമായി എന്നതല്ല. അഭൗതികം എന്ന വാക്ക് തന്നെ അള്ളാഹുവിന്റെ കഴിവുകളിൽ പ്രത്യേകമില്ല. അള്ളാഹുവിന് എല്ലാം ഒരുപോലെയാണ്. കുറച്ച് കാര്യം അള്ളാഹുവിന് കുറച്ച് പ്രയാസമുള്ളത് അഭൗതികമായത്, കുറച്ച് കാര്യം അള്ളാഹ്ക്ക് സാധാരണമായത്, അങ്ങനെയില്ല. അള്ളാഹുവിന്റെ കഴിവുകളിൽ എല്ലാം ഒരുപോലെയാണ്. അള്ളാഹുവിന്റെ കഴിവുകൾ എല്ലാം ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ അഭൗതികമായ കാര്യങ്ങളായി എന്നതല്ല അള്ളാഹുവിന്റെ കഴിവുകളുടെ വ്യത്യാസം. നേരെ മറിച്ച് അതിന്റെ വ്യത്യാസം ചില കാര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ കുദറത്ത്, അള്ളാഹുവിന്റെ കഴിവ്, അതിന് തുടക്കമില്ല. നമ്മളുടെ കഴിവുകൾക്ക് തുടക്കമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഖദീമാണ്. അള്ളാഹുവിന്റെ കുദറത്താവുന്ന സിഫത്തും ഖദീമാണ്. അതേ സമയത്ത് ഒരു സൃഷ്ടിയിൽ തുടക്കമില്ലാത്ത ഖദീമായ ഒരു കുദറത്ത്, ഒരു കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് അള്ളാഹുവിന്റെ ഗുണത്തെ പങ്കുചേർക്കലാണ്. അള്ളാഹുവിന്റെ ഗുണത്തിന് നാശങ്ങളില്ല. അള്ളാഹുവിന്റെ കഴിവ് നശിച്ചു പോവുകയില്ല. എന്നാൽ മനുഷ്യരുടെ കഴിവുകൾ നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ നശിക്കാത്ത ഒരു കഴിവ് ഒരാൾക്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് അള്ളാഹുവിന്റെ ഗുണത്തിൽ പങ്കുചേർക്കലാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കഴിവ് എന്ന് പറയുന്നത് അത് സ്വയമുള്ളതാണ്. ഖിയാമും ബിൻ നഫ്സാൻ, അള്ളാഹുവിന്റെ കഴിവ് സ്വയമുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വന്തമുള്ള ആരും നൽകാത്തൊരു കഴിവുണ്ട് എന്ന് ഒരു സൃഷ്ടിയിൽ വിശ്വസിച്ചാൽ അത് ശിർക്കാക്കലാണ് ഉണ്ണികൃഷ്ണൻ. അതേ സമയത്ത് മറ്റ് അള്ളാഹു നൽകിയ ഒരു കഴിവെന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ ഗുണമായി മാറുന്നില്ല. അതുപോലെ അള്ളാഹുവിന്റെ കുദറത്ത് അത് മുഖാലിഫത്തുൽ ലിൽ ഹവാദിസ്, സൃഷ്ടികളോട് വ്യത്യസ്തമാണ്. അതേ സമയത്ത് സൃഷ്ടികളോട് വ്യത്യസ്തമായ ഒരു കഴിവാണ് ഏതെങ്കിലും ഒരാൾക്കുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ ഗുണമാണ്. നമ്മുടെ കഴിവുകളെല്ലാം അത് സൃഷ്ടികളുടെ തുല്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അള്ളാഹുവിന്റെ കുദറത്ത്, അള്ളാഹുവിന്റെ കഴിവെന്ന് പറയുന്നത് അതിന് വഹ്ദാനിയത്ത്, ഏകത്വം എന്ന ഗുണമുണ്ട്. അതായത് നമ്മുടെ ഓരോ സമയത്തുമുള്ള കഴിവുകൾ അത് നശിക്കുന്നു, വീണ്ടും പുതിയത് വരുന്നു, പിന്നെയും നശിക്കുന്നു, പുതിയത് വരുന്നു. അതായത് സമയമെന്ന് പറയുന്നത് ഈ നാനോ സെക്കൻഡുകൾ കഴിഞ്ഞ് പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന പോലെയാണ് നമ്മുടെ കഴിവുകൾ. ആ കഴിവുകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് അള്ളാഹുവിൻ്റേത് ഒന്ന് നശിച്ച് പുതിയ കഴിവെന്ന് പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ കഴിവിന് ഏകത്വമുണ്ട്, വഹ്ദാനിയത്ത് എന്ന ഗുണമുണ്ട്. ഈ 5 കാര്യങ്ങളാണ് ഉണ്ണികൃഷ്ണൻ സാർ ഈ അള്ളാഹുവിന്റെ കഴിവ്, അള്ളാഹുവിന്റെ സിഫത്തുകളും സൃഷ്ടികളുടെ സിഫത്തുകളും തമ്മിൽ വേർതിരിയുന്നത്. ഇത് നിങ്ങൾക്ക് ഇന്ന് വരെ മനസ്സിലാക്കി തരാൻ വഹാബികൾക്ക് സാധിച്ചിട്ടില്ല. കാരണം അങ്ങനെ പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരു സുന്നിയാകും, യഥാർത്ഥ മുവഹിദാകും, നിങ്ങൾക്ക് യഥാർത്ഥമായ സന്മാർഗം ലഭിക്കും. അതുകൊണ്ടാണ് പറഞ്ഞു തരാത്തത്. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയുകയാണ്. അഭൗതിക കാര്യം ഒരാൾക്കുണ്ട് എന്ന് വിശ്വസിച്ചതുകൊണ്ട് അത് അള്ളാഹുവിൻ്റെതാവുകയില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മുഅ്ജിസത്തുകളും കറാമത്തുകളും അള്ളാഹുവിന്റെ സൃഷ്ടികളിലൂടെയല്ലേ ഉണ്ടാകുന്നത്. അള്ളാഹുവാണത് ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവാണ് ആ കാര്യങ്ങൾ അവിടെ സൃഷ്ടിക്കുന്നത് എന്നത് ശരി തന്നെയാണ്. കാരണം നമ്മുടെ എല്ലാ കഴിവുകളും അങ്ങനെ തന്നെയാണല്ലോ. അള്ളാഹുവാണ് നൽകുന്നത്, അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നത് എന്നതിൽ നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസമല്ലല്ലോ. അപ്പോൾ അഭൗതികമാണെങ്കിലും ഭൗതികമാണെങ്കിലും അള്ളാഹു തന്നെയാണ് നൽകുന്നത്. പക്ഷെ അത് സൃഷ്ടികളിലൂടെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ സൃഷ്ടികളിലൂടെ ഉണ്ടാവുന്ന ഒരു കാര്യം എങ്ങനെയാണ് അള്ളാഹുവിന്റെ കഴിവായി മാറുന്നത്? അള്ളാഹുവിന്റെ കഴിവാണെങ്കിൽ അത് സൃഷ്ടികളിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ. മാത്രമല്ല ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി, അവൻ മരിച്ച ആളുകളെ ജീവിപ്പിക്കും, അവൻ അതുപോലെ തന്നെ മഴ വർഷിപ്പിക്കും. ഇതൊക്കെ അവൻ ചെയ്യുമെന്ന് ഹദീസുകളിൽ വന്നതാണല്ലോ. അഭൗതിക കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞാൽ അഭൗതിക കാര്യങ്ങൾ അള്ളാഹുവിനെ ഉണ്ടാകൂ, അത് അള്ളാഹുവിന്റെ ഗുണങ്ങളാണ് എന്ന് പറഞ്ഞാൽ ദജ്ജാല് ഇലാഹാണ് എന്ന് വിശ്വസിക്കേണ്ടി വരില്ലേ ഉണ്ണികൃഷ്ണൻ? അതുകൊണ്ട് തന്നെ സാറോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്, നിങ്ങൾ ആരോ പറഞ്ഞ് പറ്റിച്ചു പോയതാണ്. അതുകൊണ്ട് തന്നെ ഇസ്തിഗാസ എന്താണ് എന്ന്, അള്ളാഹുവിന്റെ ഗുണങ്ങൾ എന്താണ്, തൗഹീദ് എന്താണ് എന്ന് നിങ്ങൾക്ക് ഇതുവരെ അവർ പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നതാണ് വസ്തുത. ഉണ്ണികൃഷ്ണനോട് വളരെ വിനയത്തോടുകൂടെ ഞാനിപ്പോൾ പറഞ്ഞ ഈ വിശദീകരിച്ച വിശദീകരണത്തിൽ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് സംശയമുള്ളത് എന്ന് നിങ്ങൾ പറയണം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ഈ പേര് നിങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് വഹാബികളാണ്. കാരണം നിങ്ങളെ ഉണ്ണികൃഷ്ണൻ എന്ന ആ ഒരു ഐഡിയയിൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ആളുകളെ ചൂഷണം ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ മതം മാറിയപ്പോൾ നല്ല ഒരു പേര് നിങ്ങൾ ഇട്ടിട്ടുണ്ട്, അബ്ദുറഹ്മാൻ. പക്ഷെ അവരാരും അത് വിളിക്കുന്നില്ല. കാരണം അവർക്ക് ഇത് ഉപയോഗപ്പെടുത്തി, നിങ്ങളെ ഉപയോഗപ്പെടുത്തി ഒരുപാട് ആളുകളെ ചൂഷണം ചെയ്യണം, ഒരുപാട് വിശ്വാസികളെ ഖുറാഫാത്തിലേക്ക് കൊണ്ടുപോകണം. അതിനുവേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല അബ്ദുറഹ്മാൻ എന്ന പേരുണ്ടെങ്കിൽ നിങ്ങളത് വിളിക്കാൻ ഇഷ്ടപ്പെടണമെന്ന് വിനീതമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു.